ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ബബ്ബ എവിടെ? ബബ്ബ ബബ്ബ എവിടെ? പക്ഷെ ബബ്ബ എവിടെ? ബബ്ബ എവിടെ? എവിടെ ബബ്ബ? എവിടെയാടാ ബബ്ബ? എവിടെ ബബ്ബ? ബബ്ബ 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 എവിടെ? ആ ബബ്ബ ബബ്ബ. ആ എവിടെയെങ്കിലും ബബ്ബ ഉണ്ടോ നോക്കിക്കേ. എവിടെയാ ഉള്ളത് ബബ്ബ? ആ ആ അപ്പുഷ എവിടെ പോവാ? അപ്പൂസ് എങ്ങനെ കൈ കൊട്ടുന്നേ? അപ്പൂസ് എങ്ങനെ കൈ കൊട്ടുന്നേ? അമ്മേനൊന്ന് കൈ കൊട്ടി കാണിച്ചതാ അമ്മയ്ക്ക്. ചിരിച്ച് കാണിച്ചേ അമ്മേനെ. അമ്മേനൊന്ന് ചിരിച്ച് കാണിച്ചേ. കൈ കൊട്ടിക്ക്. അപ്പൂസ് എങ്ങനെ കൈ കൊട്ടുന്നേ? അമ്മ നോക്കട്ടെ. അപ്പൂസ് കൈ കൊട്ടി. പെച്ച എവിടെ? ചെച്ചച്ചനെവിടെ? ചെച്ചച്ചനെവിടെ? ചെച്ചാന്ന് വിളിച്ചേ. ബബ്ബയാണോടാ? ചെച്ചേച്ചനെവിടെ? ചച്ചാച്ച ബബ്ബയാണോ? ബബ്ബേനെയാണോ വേണ്ടുന്നേ? ചച്ചാന്ന് വിളിച്ച്. ആ ബബ്ബ. കൈ കൊട്ടുന്ന എങ്ങനെയാ? കൈ കൊട്ടിച്ച്. കൈ കൊട്ടിക്ക്. കൈ കൊട്ടി തായേ അമ്മയ്ക്ക്. അയ്യോ അപ്പൂഷിന് കൈ കൊട്ടാൻ അറിയില്ല. നോച്ചിച്ച് ഹായ് പറഞ്ഞേ. ബബ്ബയാണോ? ഹായ് പറഞ്ഞ്. ഇങ്ങനെ ഹായ് പറഞ്ഞ്. ഹായ് പറഞ്ഞ് ഇങ്ങനെ പറ. ആ പാട്ട് പാടിക്ക്. ആ ആ ആ പാടിക്ക്. അച്ചച്ചാന്ന് വിളിച്ച്. അച്ചച്ചാന്ന് വിളിച്ച്. ബബ്ബേനെയാണോ? ഇപ്പൊ ബബ്ബ മാത്രമേ വരുള്ളൂ വായില്. അച്ചച്ചാന്ന് വിളിച്ച്. അച്ചച്ചാന്ന് വിളിച്ച്. പോടാ. ബബ്ബേ മാത്രമേ ഇപ്പൊ നിന്റെ വായി വരുള്ളൂ. അച്ചച്ചാന്ന് വിളിച്ച്. അപ്പൂസ് എങ്ങനെയാ? അപ്പൂഷ എങ്ങനെയാ? അപ്പൂഷ എങ്ങനെയാ ഒങ്ങിപ്പോയത്? ഒങ്ങുന്ന എങ്ങനെയാ? അച്ചച്ചനെവിടെ? പെച്ചേന്ന് വിളിച്ച്. ബബ്ബേ അല്ല കുട്ടാ, പെച്ചേന്ന് വിളിക്ക്. പെച്ചേ. അപ്പൂസിൻ്റെ പണിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൂസേ? എന്താ അപ്പൂസിൻ്റെ പണി? അപ്പൂസിൻ്റെ പണിയാണ് ജനലിൽ പോയിട്ട് ഉള്ള സാധനം കയ്യിൽ എന്തെങ്കിലും സാധനം കേട്ട് അത് അതേപടി താഴേക്കിടും അല്ലേ അപ്പൂസേ? നോക്ക് ഇവിടെ നോക്ക്. എന്താ അപ്പൂസിൻ്റെ പണി? അപ്പൂസ് നോക്കിക്കേ. എവിടെ ബബ്ബ? എവിടെ ബബ്ബ? ചേട്ടാന്ന് വിളിച്ചേ. ചേട്ടൻ പോകുന്നുണ്ടോ? റോട്ടിൽ കൂടെ ചേട്ടൻ പോകുന്നുണ്ടോ? ആ പപ്പ. ആ റോട്ടിൽ കൂടെ ചേട്ടൻ പോകുന്നുണ്ടോ അപ്പൂസേ? നോക്ക് ആരാ ചേട്ടൻ പോകുന്നുണ്ടോ നോക്കിക്കേ. നോക്ക്. മഴയാണോ? അപ്പൂസ് വിളിച്ചേ. ചേട്ടാന്ന് വിളിച്ചേ. വിളിച്ചേ. ചേട്ടാന്ന് വിളിച്ചേ. വിളിച്ചേ അപ്പൂസേ. വിളിക്കടാ. എന്താ അപ്പൂസിൻ്റെ ഉദ്ദേശം? ചേട്ടാന്ന് വിളിക്കുവോ? ഇതിലൂടെ നോക്കിയിട്ട് റോഡിൽ കൂടെ പോകുന്നവരെയൊക്കെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കും. ചേട്ടൻ വിളി കേട്ടില്ലെങ്കിൽ ആ ആ അവരെ ദേഷ്യപ്പെട്ട് വിളിക്കും അല്ലേ അപ്പൂസേ? അങ്ങനെയല്ലേ ഇപ്പം? റോട്ടിൽ കൂടെ പോകുന്നവരെയൊക്കെ പേടിപ്പിക്കില്ലേ അപ്പൂസിപ്പോൾ? ആ ബബ്ബയൊന്നും അല്ല. എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ അപ്പൂസേ? അങ്ങനെയാണോ? ടാറ്റ പറഞ്ഞേരെ. ടാറ്റ പറ. ടാറ്റ. ആ ടാറ്റ. എങ്ങനെ ടാറ്റ പറയുന്നേ? ഇങ്ങോട്ട് അമ്മയ്ക്ക് ടാറ്റതാ. ടാറ്റ. ടാറ്റ പറഞ്ഞ അമ്മയോട് ടാറ്റ പറ. ഇങ്ങോട്ട് നോക്കണ ചെറുക്ക. അപ്പൂസ് ബിസിയാണ് ഗൈസ് അല്ലേ അപ്പൂസേ? അപ്പൂസ് ബിസിയാ. ആ അതെ അപ്പുറത്തെ പറമ്പിൽ കോഴിയുണ്ട് കണ്ടോ? ആ കോഴീനെ കണ്ടിട്ടാണ് അവൻ ബബ്ബ ബബ്ബ എന്ന് പറയുന്നത്. ആ ഞാൻ വിചാരിച്ചവനെ പല്ലിനെ കാണുമ്പോൾ ബബ്ബ ബബ്ബ എന്ന് പറയും. അപ്പം ഞാൻ ഇവിടെ പല്ലിയൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ എപ്പോഴും ബബ്ബ ബബ്ബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയപ്പോഴാണ് ദേ അവിടെ ഒരു കോഴി, 2-3 കോഴികൾ കിടപ്പുണ്ട് അതുവഴി. അതാണ് അപ്പൂസ് പറയുന്നത് ബബ്ബയാന്ന്. എന്നാൽ ബബ്ബേനെ വിളിച്ചോ അപ്പൂസേ? ബബ്ബ ബാന്ന് പറ. വിളിക്ക്, ബബ്ബേനെ വിളിക്ക് അപ്പൂസേ. ബബ്ബേനെ വിളിച്ചേ.
കള്ള ഇവിടെ നോക്കടാ, കുഞ്ഞിച്ചക്കൻ ഇങ്ങനെ നോക്കിക്കേ. അമ്മ ആ ബബ്ബ ഉണ്ടെന്നേ അവിടെ. ഇപ്പം ശരിക്കും അപ്പൂസ് പറഞ്ഞ ശരിയായിരുന്നു. അമ്മയാ തെറ്റിദ്ധരിച്ചത്. അമ്മ ഓർത്ത് പല്ലീനെയാണ് വിളിക്കുന്നതെന്ന്. ബബ്ബ ബബ്ബ. ജനലിൻ്റെ മേളിൽ അവിടെ വരെ അങ്ങനെ കയറി നിൽക്കും. ടാറ്റ പറഞ്ഞേരെ, ബബ്ബയ്ക്ക് ടാറ്റ പറ. ബബ്ബേനെ ഇന്നിവിടെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് അവൻ അടുത്ത പല്ലിനുള്ളിൽ. അല്ല പൂസേ, ബബ്ബേനെ വീട്ടിൽ വിളിച്ച് വരുത്തുമോ നീയാ? ബബ്ബ ഭക്ഷണം കഴിക്കുക, മാമൂണോ ബബ്ബ കേട്ടോ. അയ്യോ എന്ത് കോഴിയോ, നിറച്ച് കോഴിയുണ്ട് ഇവിടെ.